വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കെട്ടിടത്തിന്റെ ബലപരിശോധനയ്ക്കായി മദ്രാസ് IIT, കോഴിക്കോട് NIT എന്നിവരെ സമീപിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ. മദ്രാസ് IITയുടെയും കോഴിക്കോട് NITയുടെയും പ്രതികരണം അറിയിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ശ്രീകാന്ത്, ബലപരിശോധനയുമായി മുന്നോട്ടേക്ക് പോവുകയാണ് സർക്കാർ. അത് ഏത് ഏജൻസിയെ അതിനായി ചുമതലപ്പെടുത്തണം എന്നതിലാണോ തീരുമാനമാകാതെ നിൽക്കുന്നത്? ശ്രീകാന്ത്, അശ്വി, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസിക്കാണ് ബലപരിശോധനയ്ക്കായി അനുവാദം നൽകേണ്ടത് എന്നതിൽ വൈകാതെ തീരുമാനം ഉണ്ടാകും. അത് നീണ്ടുപോകാൻ ഇടയില്ല. കാരണം കോടതി അക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ട്. കെട്ടിടത്തിന്റെ ബലപരിശോധനയ്ക്കായി മദ്രാസ് IIT, കോഴിക്കോട് NIT എന്നിവരെ സമീപിച്ചതായി സർക്കാർ പറഞ്ഞു. പാലക്കാട് IITയെ സമീപിച്ചെങ്കിലും അവർ പിന്മാറിയിട്ടുണ്ട്. മദ്രാസ് IITയുടെയും കോഴിക്കോട് NITയുടെയും പ്രതികരണം എന്താണെന്ന് ഉടൻ അറിയിക്കണം എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ചക്കകം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. അതായത് നീണ്ടുപോകരുത്, എത്രയും വേഗം അറിയിക്കണമെന്ന് പറയുന്നു. കാരണം കോടതി അവധിക്കാലത്തേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഇത്തരം കേസുകളിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉദ്ദേശിക്കുന്നത്. കോടതി ഉത്തരവിനെ കുറിച്ച് മദ്രാസ് IITയെയും കോഴിക്കോട് NITയെയും ബോധ്യപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്.